ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനാവാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ലഭിച്ചത് 170 അപേക്ഷകൾ. ഇതിൽ നിന്ന് 3 പേരുടെ ചുരുക്കപ്പട്ടിക IM വിജയൻ അധ്യക്ഷനായ ടെക്നിക്കൽ കമ്മിറ്റി തയ്യാറാക്കുകയും ചെയ്തു. പരിഗണിക്കാതിരുന്ന അപേക്ഷകളിൽ ആരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു വമ്പനുമുണ്ടായിരുന്നു. സ്പെയിന്റെയും ബാഴ്സലോണയുടെയും ഇതിഹാസ താരം സാവി ഹെർണാണ്ടസ്. ഇന്ത്യൻ മുൻ ഗോൾ കീപ്പറും ദേശീയ ടീമിന്റെ ഡയറക്ടറുമായ സുബ്രത പോളിന്റെയാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. സാവിയുടെ സ്വന്തം മെയിൽ ID-യിൽ നിന്നാണ് അപേക്ഷ വന്നത്. ആദ്യം വ്യാജമെന്ന് കരുതി, എന്നാൽ പിന്നീട് വ്യക്തമായി ഒറിജിനൽ സാവി തന്നെ. പക്ഷേ സാവിയെ ബന്ധപ്പെടാനുള്ള നമ്പറൊന്നും അപേക്ഷയ്ക്കൊപ്പം ഉണ്ടായിരുന്നില്ലെന്നും സുബ്രത പോൾ പറയുന്നു. സാവി അപേക്ഷിച്ചിരുന്നതായി സ്ഥിരീകരിച്ച ടെക്നിക്കൽ കമ്മിറ്റി അംഗം എന്നാൽ സൂപ്പർ പരിശീലകൻ ആവശ്യപ്പെട്ട തുക ഇന്ത്യൻ ഫുട്ബോളിന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതോടെ അപേക്ഷ നിരസിക്കുകയായിരുന്നു. 2024-ൽ ബാഴ്സലോണയുടെ പരിശീലക സ്ഥാനമൊഴിഞ്ഞ സാവി ഇപ്പോൾ ഫ്രീ ഏജന്റ് ആണ്. ഇന്ത്യയിൽ വന്ന് കളിക്കാമെന്ന അർജന്റീന ദേശീയ ടീമിന്റെ ഓഫർ പണമില്ലാത്തതിന്റെ പേരിൽ വേണ്ടെന്ന് വെച്ച അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അതേ കാരണത്താൽ സാവിയെ പോലൊരു വമ്പൻ കോച്ചിനെ ലഭിക്കാനുള്ള അവസരവും നഷ്ടമാക്കിയിരിക്കുകയാണ്. സ്പോർട്സ് ഡെസ്ക് 24.